ഹായ് സുഹൃത്തുക്കളെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കൽപ്പറ്റയിലെ പഴയ ബസ് സ്റ്റാൻഡിനകത്താണ് ഉള്ളത്. അപ്പോൾ അവിടുത്തെ ഈ ഒരു കാഴ്ച കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആ റൂട്ടിൽ ബസ്സിലൊക്കെ കയറുന്ന ആളുകൾ മിക്കവാറും കണ്ടിട്ടുണ്ടാവും ഈ ഒരു ഏരിയ. അടിപൊളിയായിട്ട് ഒരു പാർക്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് വെറും ഒരു പാർക്ക് മാത്രമല്ല, നമ്മുടെ വേസ്റ്റാക്കി കളയുന്ന ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് അങ്ങനത്തെ ഒരു പാർക്കിൽ കുറേ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു ക്ലീൻ സിറ്റി എന്ന് പറയുന്ന രീതിയിൽ. സാധാരണ നമ്മൾ മുൻപ് ബത്തേരിയിലും കാര്യങ്ങളൊക്കെയാണ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നീറ്റായിട്ട് കണ്ടുവന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ കൽപ്പറ്റയും മാറ്റത്തിൻ്റെ പാതയിലാണ്. അവിടെ വന്ന് ഇരിക്കാനും നൈറ്റൊക്കെ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ് വേണമെങ്കിൽ പറയാം. കാരണം ബസ് സ്റ്റാൻഡിനകത്ത് കയറുമ്പോൾ നമ്മൾ ഈ ഒരു കാലാവസ്ഥയുടെ ചൂടുള്ളൊരു അന്തരീക്ഷമല്ലേ, അപ്പോൾ നമ്മൾ കുറച്ച് റിലാക്സേഷൻ ചെയ്യാനൊക്കെ പറ്റിയൊരു ഏരിയ തന്നെയായി മാറിയത്. ഇവിടെ ആദ്യം ഉണ്ടായിരുന്ന ഒരു ചെരിവും കുന്നൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്, പാറകളും പിന്നെ കുറേ വേസ്റ്റും കാര്യങ്ങളൊക്കെ വലിച്ചെറിയുന്നൊരു ഏരിയ ആയിരുന്നു. ഇപ്പോൾ നോക്കൂ, അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളതും മറ്റുള്ള പല വേസ്റ്റ് പാട്ടകളും കുപ്പികളും എല്ലാം എടുത്തിട്ടാണ് ഈ ഒരു പാർക്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് നോക്കിക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ ഒരു ഗിറ്റാറിൻ്റെ മോഡലാണെങ്കിലും അവിടെ ഇരിപ്പിടങ്ങളായാലും കല്ലുകൊണ്ട് പോയിട്ടുള്ളതും പിന്നെ വീട്ടിൽ നമ്മൾ പാഴാക്കി കളയുന്ന ഇരുമ്പ് കഷ്ണം കണ്ടല്ലോ, അതിൻ്റെ ഒക്കെ ആയിട്ട്. പിന്നെ ഇത് മാത്രമല്ല കേട്ടോ, കാരണം നമ്മുടെ കൽപ്പറ്റയിൽ ഒരുപാട് ചുമരുകളും ചിത്രങ്ങളൊക്കെ ആലേഖനം ചെയ്ത് വിട്ടിട്ടുണ്ട്. ചിത്രം വരയ്ക്കുക, അതുപോലെ തന്നെ സ്വച്ഛ് ഭാരത് പദ്ധതി, ക്ലീൻ സിറ്റീനെ കുറിച്ചിട്ടൊക്കെ. പിന്നെ ഈ വെറുതെ കിടക്കുന്ന ചുമരുകളൊക്കെ അല്ലേ, ഈ ഇങ്ങനെ പൊടിയും മണ്ണും ഈ ഫ്ലക്സും ബാനറും മറ്റും മറിച്ചൊക്കെ ഒട്ടിച്ചിട്ടുള്ള അങ്ങനത്തെ ഒരുപാട് ചുമരുകൾ കാണാൻ പറ്റും. പക്ഷേ ഇപ്പോഴൊക്കെ അത് വളരെ ചുരുങ്ങി കുറഞ്ഞിട്ടുണ്ട്. അവിടെയൊക്കെ ഇങ്ങനെ പെയിൻ്റ് അടിച്ച് നല്ല വൃത്തിയായിട്ട് പരിപാലിച്ച് വരുന്നുണ്ട്. അതുതന്നെ നമ്മുടെ ഒരു മാറ്റം തന്നെയാണ്. നമ്മുടെ കൽപ്പറ്റ മുനിസിപ്പാലിറ്റിൻ്റെ അണ്ടറിലുള്ള വർക്കേഴ്സും അതുപോലെ തന്നെ ഈ നാട്ടിലുള്ള ജനങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഈ ഒരു സംരംഭത്തിന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനത്തെ ഒരു മാറ്റം കൈവന്നിട്ടുള്ളത്. അപ്പോൾ അതിന് നമുക്ക് അഭിമാനിക്കാം, നമ്മുടെ കൽപ്പറ്റ എന്നുള്ളത്. ഇനിയും വരുന്ന ദിവസങ്ങളിലൊക്കെ കൂടുതൽ ഓരോ പദ്ധതികളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇനിയും വരുമെന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് ശരിക്കും ക്ലീനായി കിടക്കുമ്പോൾ തന്നെ നമുക്ക് പല ആളുകൾക്കും ഈ വേസ്റ്റ് വലിച്ചെറിയുന്നൊരു ടെൻഡൻസി ഉണ്ട്. നമ്മൾ കിട്ടുന്ന സാധനങ്ങളും അതേപടി എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി കളയുക, അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന സ്പോട്ടിൽ തന്നെ നമ്മൾ കൊണ്ടുപോയി കളയുക എന്നുള്ളൊരു ചിന്താഗതിയൊക്കെ, അതിനൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. പോരാത്തിന് കണ്ടില്ലേ, നമ്മൾ ഈ വേസ്റ്റായിട്ടുള്ള ടയർ നമ്മൾ പലതും വീടുകളിലൊക്കെ ചെയ്ത് കണ്ടിട്ടുണ്ട്, ചില വീടുകളിലൊക്കെ. അപ്പോൾ ആ ടയറിനെ അവിടെ മാറ്റിയിട്ട് കട്ട് ചെയ്തിട്ട് അതിനെല്ലാം കളർ കൊടുത്ത് അവിടെ നല്ല ചെടിയും വെള്ളത്തിൻ്റെ സജ്ജീകരണം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടുത്തെ മൈതാനത്ത് ഇങ്ങനെ പുൽമൈതാനാണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കുട്ടികൾക്കും മുതിർന്ന ആളുകൾക്കും ഒരേപോലെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു സ്പോട്ടായി മാറി. പല ആളുകളും നമ്മുടെ ഈ ഒരു കൊച്ചു ബസ് സ്റ്റാൻഡിനകത്ത് ജസ്റ്റ് വന്ന് ആ ബസ് കയറി പോവുക എന്നുള്ളൊരു ടെൻഡൻസിൽ നിന്ന് മാറി ആ ഒരു ബസ് സ്റ്റാൻഡിൽ വന്നതിന് ശേഷം അവിടേക്ക് ഒന്ന് കറങ്ങി ഒന്ന് ഇരുന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം ഒക്കെ പോകുന്നൊരു പ്രവണത വരുന്നുണ്ട്. ഇപ്പം നമ്മൾ ഈ ഒരു പെരുന്നാളിൻ്റെ സമയത്തായതുകൊണ്ട് മാത്രമാണ് നമ്മൾ കൂടുതൽ ഒരു ആളുകളും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കുന്നത്. അല്ലാതെ സമയമാണെങ്കിൽ നല്ല ആളുകളുണ്ടായി. പെരുന്നാളിന് ഇവിടെ ആൾ വരില്ല എന്നല്ല, ഇപ്പം എന്തായാലും ഭക്ഷണ സമയം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എല്ലാവരും വീടുകളിലും പിന്നെ പുറത്തോട്ട് ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ പോയി ഇരിക്കുന്നൊരു സമയമായതുകൊണ്ട് മാത്രമാണ് ഇവിടെ കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നത്. പിന്നെ എല്ലാവരും വന്നു പോകുന്നവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന തിരക്കിലാണ്. അതുകൊണ്ടാണ് ഇവിടെ അധികം ആളുകൾ കാണാത്തതും. പക്ഷെ മറ്റുള്ള ദിവസങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ഒരു വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എല്ലാവരും ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും നമ്മുടെ കൽപ്പറ്റ ഇനിയും നന്നായി വളരണം എന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. പിന്നെ ഇവിടെ ഭയങ്കര മുൻപൊരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, ഹോട്ടൽ മാലിന്യം, അതിന് സമീപ പ്രദേശത്തുള്ള പുഴയിലൊക്കെ ഒഴുക്കുന്ന ഒരു പരാതിയും കാര്യങ്ങളൊക്കെ കൂടുതലായി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് തന്നെ വലിയൊരു മാറ്റം തന്നെയാണ്. ഈ വയനാട്ടിലുള്ള ആളുകൾക്ക് ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ദിവസം കണ്ടുപോകുന്ന ആളുകളാണ്. എന്നാലും പുറമേ നിന്ന് കാണുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നത് തന്നെ. ഉണ്ടല്ലേ, ഇതേപോലെ ചുമരുകളിങ്ങനെ എഴുതി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ കിടന്ന കുറേ വേസ്റ്റുകൾ അത് അങ്ങിങ്ങായി അടുക്കി വെച്ച് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നു.
ഇവിടെയൊക്കെ ഒരു സമയത്ത് മാലിന്യങ്ങളുടെ കൂമ്പാരമായിരുന്നു ഇവിടെ നിന്ന് മാറും ഒരു മനുഷ്യനെ അങ്ങനെ പോകാൻ പറ്റാത്തൊരു ഏരിയ ആയിരുന്നു. ആ ഏരിയയിലാണ് ഇപ്പോൾ നമ്മളിങ്ങനെ വന്ന് നിൽക്കുന്നത്. പിന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച, അതായത് മെയിനായിട്ടുള്ളൊരു ഇതുണ്ടല്ലോ, ഒരാളുണ്ടാവുമല്ലോ, അത് ഈ ഒരു സ്പോട്ടിൽ ഇങ്ങനെ ആക്കി എടുത്ത് മാറ്റാം, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഫസ്റ്റ് പ്ലാൻ വന്നതല്ലോ, അവർക്കൊരു ഹാറ്റ്സ് ഓഫ്. കാരണം ഇത്രയും കാലം ഉണ്ടായിട്ട് അത് ഈ അടുത്താണ് നമുക്ക് പ്രാബല്യത്തിൽ വരുത്താൻ പറ്റിയത്. പക്ഷെ ഇത് വന്നതിന് ശേഷമാണ് അത് എത്രത്തോളം നല്ലതാണ്, ഭംഗിയുള്ളതാണ് എന്നതൊക്കെ നമുക്കറിയാൻ പറ്റിയിരുന്നത്. അപ്പോൾ അതന്നെ ഒരു ആൾക്ക്, അത് പ്ലാൻ ചെയ്ത ആളുകൾക്ക് വലിയൊരു ക്രെഡിറ്റ് തന്നെയാണത്. കാരണം കണ്ടില്ലേ, കുപ്പികൾ ഇവിടെ ശരിക്കും റിട്ടേൺ വാളിൻ്റെ അവിടെ കമ്പി പൊന്തി കിടക്കും അടുത്ത് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു. പക്ഷേ ആ പോർഷനിൽ പോലും അവിടുന്ന് വേസ്റ്റ് കിട്ടുന്നത്, അതായത് തൊട്ടടുത്ത് തന്നെ ഈ കുപ്പികളൊക്കെ ഉണ്ടല്ലോ, ബാർന്നൊക്കെ ഉള്ള ആ കുപ്പികൾ ഇങ്ങോട്ട് ലക്ഷ്യമായിട്ട് വലിച്ചെറിയുക ചെയ്യുക. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് അവിടെ ഇങ്ങനെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനത് പ്രൊമോട്ട് ചെയ്യല്ല, പറയുകയാണത്. പക്ഷെ എന്നാലും നന്നായിട്ടുണ്ട്, സൂപ്പറാണ്. ഇതിൻ്റെ ലോങ് വ്യൂ കണ്ടില്ലേ, എങ്ങനെയുള്ളൊരു ഏരിയ ആയിരുന്നു അത്. ഇപ്പം നോക്കിക്കേ, എന്തായാലും അടിപൊളി. ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ വിവരങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഈ ഒരു വിഷ്വൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു പോർഷൻ കൂടി ഞാൻ ഇടുന്നുണ്ട്, അതിൻ്റെ നൈറ്റ് വ്യൂവും കൂടി, അതുകൊണ്ട് നിങ്ങൾ കാണുക. അപ്പോൾ ഇഷ്ടപ്പെട്ട എന്തായാലും ഒന്ന് സബ് ചെയ്തോളൂ, ഒന്ന് കൂടെ കൂടിക്കോളൂ. അങ്ങനെ പുതിയ പുതിയ വീഡിയോസ് നമ്മൾ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ. നമ്മളവിടുന്ന് വണ്ടി കയറി വന്ന് പോകുന്ന ആളുകളെക്കാട്ടിയും ബെറ്റർ പുറമെ നിന്ന് ആളുകളൊക്കെ വരുമ്പോൾ ബസ് സ്റ്റാൻഡിലൊക്കെ വന്ന് ഇറങ്ങുമ്പോൾ ഒരു നൈറ്റ് സമയത്ത് ഇരിക്കാൻ പറ്റിയൊരു നല്ലൊരു ഏരിയ തന്നെയാണ് അത്. ശരിക്കും അധികം ദൂരം ഒന്നും പോകണ്ട, ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുന്നു, നേരെ പാർക്ക് ചെന്നിരിക്കുക, ഒന്ന് റിലാക്സ് ആക്ഷനാണ്. അപ്പോൾ മാക്സിമം ഇവിടെ വരുന്നവരൊക്കെ ഇവിടെയൊക്കെ ഒന്ന് വന്ന് നോക്കി പോവുക.